നമസ്കാരം. ദേവസ്വം ബോർഡ് പ്ലീഡറായി നിയമിക്കപ്പെട്ട കെ.ബി. പ്രദീപിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അത്രേ. മനോരമയിലെ ന്യൂസ് കാർഡാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നു, കെ.ബി. പ്രദീപിനോട് രാജി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എന്ന്. ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ മുഖ്യപ്രതി പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞൊരാളുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO. മൂപ്പർക്ക് വേണ്ടി ഘോരഘോരം കോടതിയിൽ വാദിച്ചു നിന്ന ഗംഭീര അഭിഭാഷകനാണത്രേ കെ.ബി. പ്രദീപ് കുമാർ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആപാത ചൂടം ഇടപെട്ട V.D. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യമായി അങ്ങനെ ഒരു ഗംഭീര അഭിഭാഷകൻ ദേവസ്വം ബോർഡിന് വേണം എന്ന് തോന്നിയപ്പോൾ ഉടൻ പങ്കജ് ഭണ്ഡാരിയുടെ ആ അഭിഭാഷകൻ കെ.ബി. പ്രദീപിനെ പ്ലീഡറായി നിയമിച്ചു. ഏതിൻ്റെ പ്ലീഡറായി? ദേവസ്വം ബോർഡിൻ്റെ. അതേ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറഞ്ഞ ശബരിമലയുടെ മേളിലുള്ള ദേവസ്വം ബോർഡിൻ്റെ. ദേവസ്വം മന്ത്രി K. മുരളീധരൻ പോലും അറിഞ്ഞിട്ടില്ല അത്രേ. എന്നിട്ടോ സംഗതി നാട്ടുകാർ കൈയോടെ പൊക്കി. സതീശൻ അനുകൂല മാധ്യമങ്ങൾ കണ്ണടച്ചപ്പോൾ റിപ്പോർട്ടർ TV അടക്കം വാർത്ത പുറത്തുവിട്ടു. നമ്പർ 1 ആവും പോലെ പ്രതിരോധിച്ചു. ഒടുക്കം പ്രദീപിൻ്റെ രാജിയുണ്ടായി. എന്താ കഥ? അതിലും നയതന്ത്രം എന്താണ്? V.D. സതീശൻ ആവശ്യപ്പെട്ടാണ് രാജി എന്നാണ്. മൂപ്പർക്ക് ഈ സ്വർണ്ണക്കൊള്ളയൊന്നും അത്ര ഇഷ്ടമല്ലത്രേ. ചാനൽ മുഴുവൻ സതീശൻ്റെ പോരാട്ടത്തെ വാഴ്ത്തി വാർത്ത കൊടുക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചു, ദേവസ്വം മന്ത്രി അറിയാത്ത നിയമനം, മുഖ്യമന്ത്രി അറിയാത്ത നിയമനം, അപ്പോൾ പിന്നെ നിയമമന്ത്രി ആയിരിക്കുമല്ലോ, ആ നിയമമന്ത്രിയെ പിടിച്ച് രാജിവെപ്പിക്കണം എന്ന്. നിയമമന്ത്രിയാണ് വില്ലൻ. ഇനി ആ P. രാജീവെങ്ങാനും രാജിവെക്കാതെ അവിടെ തന്നെ നിയമമന്ത്രിയായി ഇരിക്കുന്നുണ്ടോ? ആരാണ് നിയമമന്ത്രി? അല്ലപ്പോൾ അതും V.D. സതീശൻ തന്നെ. യാ പുളുസു എന്നൊരു വാക്ക് ഹരിശ്രീ അശോകൻ ഏതോ സിനിമയിൽ പറയുമ്പോൾ നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. സംഗതി എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജി എഴുതി വാങ്ങിച്ചു. ഇനി മറ്റൊരു ചിത്രം കൂടിയുണ്ട്. സോണിയാഗാന്ധിൻ്റെ വീട്ടിലെ ചിത്രം. അത് ഇതാണ്. സോണിയാഗാന്ധിനെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ കൂടെ പോയിത്രേ. കട്ടയാളും സ്വർണ്ണം ഒരുക്കിയാളും വിറ്റപ്പ് വാങ്ങിച്ചയാളും ഒക്കെ സന്ധിച്ച ഒരു പോയിന്റ്. പണ്ടാണേ പോറ്റിയെ കേറ്റി എന്ന പാട്ടിൻ്റെ ഇടയിൽ ഈ ഫോട്ടോ അന്ന് മുങ്ങിപ്പോയതാണ്. അടൂർ പ്രകാശും ആൻ്റണിയും ഒക്കെ കൂടിയിട്ടാണ് അവിടെ പോയതെന്നാണ് പറയുന്നത്. ആ പങ്കജ് ഭണ്ഡാരിൻ്റെ വക്കീലാണിട്ടാ മൂപ്പരെ. ആര്? കെ.ബി. പ്രദീപ്. ഇനി മൂന്നാമത്തെ ഫോട്ടോ. ഈ വീഡിയോയിൽ ഇനി വേറെ ഫോട്ടോ കാണിക്കില്ല. മൂന്നാമത്തെ ഫോട്ടോ അത് V.D. സതീശൻ്റെ വിവാദ മംഗലാപുരം യാത്രയുടേതാണ്. ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി V.D. സതീശൻ അതിൻ്റെ പേരിൽ കേൾക്കാത്തതായി ഒന്നുമില്ല. അമ്മാതിരി ആരോപണങ്ങളായിരുന്നു. പാവം. വിവാദ മംഗലാപുരം യാത്രയിൽ BJP NDA നേതാക്കളായ ഫറൂഖ് മൊഹീദ്ദീൻ എന്നിവർക്കൊപ്പം ചർച്ച നടത്തി എന്ന് ആരോപിക്കപ്പെട്ട കൂട്ടത്തിലെ ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ താരം. വിമാനത്തിൽ ഒപ്പം സഞ്ചരിച്ചത് സ്വർണ്ണപ്പാളി കേസിൽ SIT ചോദ്യം ചെയ്ത K. രജികുമാർ ആണ് അത് എന്ന ആരോപണം അന്നേ ഉയർന്നു. സാഫ്രോൺ സ്ട്രോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിൽ മൂകാംബികയിൽ പോയ V.D. സതീശൻ അവിടെ വെച്ച് അദാനി ഏജന്റുമായും K. രജികുമാറുമായും അടക്കം ചർച്ചകൾ നടത്തിയെന്നും അതിൻ്റെ തുടർച്ചയായുള്ള തീരുമാനങ്ങളാണ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് എന്നും അതിലൊന്നാണ് കെ.ബി. പ്രദീപിൻ്റെ നിയമനം എന്നുമാണ് ഉയരുന്ന ആരോപണം. എന്താ അല്ലേ, എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങിയിട്ടാ. ഇനി ഒരൊറ്റ നിമിഷം ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത്രേ. സ്വർണ്ണക്കൊള്ള മൂപ്പർക്ക് അതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷമാണ് രാജി. ആരുടെ? കെ.ബി. പ്രദീപ് ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി. ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ രാജിവെക്കാൻ പറ്റില്ലല്ലോ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതടക്കം ഫയൽ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തിൽ അയാൾ ദേവസ്വം ബോർഡ് പ്ലീഡറായി ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷമാണല്ലോ രാജിവെക്കുക. അല്ലെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. ആ നിയമനവും രാജിയും എന്തെങ്കിലും ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നോ? ഉത്തരവാദിത്തം വഹിച്ച സമയത്ത് പ്ലീഡർ തൻ്റെ കക്ഷിയായ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിരുന്നോ? ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫയലുകളും ചാർജ് എടുത്ത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വക്കീലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിന് ശേഷമുള്ള രാജിയാണോ എന്ന് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ദേവസ്വത്തിന് കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്തൊന്നും പ്രത്യേകമായി പ്ലീഡർ ഉണ്ടായിരുന്നില്ല. രാജിയും നിയമനവും ആസൂത്രിതം എന്ന ആരോപണം മുൻ നിയമമന്ത്രി P. രാജീവ് ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ്. അത് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ വരുമ്പോൾ GPO അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ കാര്യങ്ങളാണെങ്കിൽ DGPO ഒക്കെ വാദിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ കാണേണ്ടത് ആരാണ് ഇതിനകത്ത് പ്രധാന ഉത്തരവാദിത്വം. ഒരു നിയമന പ്രക്രിയ സ്പെഷ്യൽ പ്ലീഡർ ആകുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പേര് നിർദ്ദേശിക്കണം. ആ നിർദ്ദേശിച്ച പേര് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടോ? നിർദ്ദേശിച്ച പേര് നിയമവകുപ്പിൽ എത്തിയിട്ടുണ്ടോ? നിയമ സെക്രട്ടറി ആ കാര്യങ്ങൾ പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. അങ്ങനെ നിയമമന്ത്രിക്ക് സമർപ്പിക്കണം. നിയമമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് ഇന്ന ആളുകളെ നിയമിക്കാനുള്ള ശുപാർശയോടുകൂടി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് നൽകാൻ മുഖ്യമന്ത്രിക്ക് നൽകണം. ഇത് രണ്ടൊരാൾ തന്നെയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വയ്ക്കാൻ അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ അത് മന്ത്രിസഭയുടെ മുൻപിൽ വരും. മന്ത്രിസഭയുടെ മുൻപിൽ വരുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും നേരത്തെ തന്നെ അത് ലഭിക്കും.
അപ്പോൾ ഈ പ്രക്രിയ നടന്നിട്ടുണ്ടോ? എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് നിഷ്കളങ്കമാണ് എന്ന് പറയാനാകില്ല. വിചിത്രമായ ന്യായീകരണവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്താൽ രാജി എന്ന നാടകവും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തി. ഒരു പ്രതി സാധാരണ പ്രതിയല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളനെ ചൂട്ടുപിടിക്കലായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. എന്തായാലും സംഗതി കൈയോടെ പിടിച്ചപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇന്നലെ പറഞ്ഞ കെ മുരളീധരൻ തൽക്കാലം 2 പറഞ്ഞ് തടി കഴിച്ചിലാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വയ്ക്കാൻ കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വെച്ച് കാണുക. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജി ആവശ്യപ്പെട്ടു. കാരണം ഇത് വിവാദമായപ്പോൾ വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. സണ്ണി ജോസഫിന്റെ അളിയൻ രാജിവെച്ചു, KB പ്രദീപ് രാജിവെച്ചു. ഇങ്ങനെ പറഞ്ഞ് ലളിതവൽക്കരിക്കാനും VD സതീശൻ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ വിശദീകരിക്കാനും KB പ്രദീപിന്റെ മികവുകൾ വാഴ്ത്താനുമൊക്കെ ചില പ്രമുഖ മാധ്യമങ്ങൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. അത്ര ലളിതമാണോ കാര്യങ്ങൾ? പോറ്റിയെ കയറ്റിയത് മുതൽ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞതും സോണിയാഗാന്ധിയുടെ വീട്ടിലെ ആ 3 പേരുടെ സന്ധിക്കുന്ന ചിത്രവും VD സതീശന്റെ മംഗലാപുരം യാത്രയും ഒക്കെ വല്ല ബന്ധമുണ്ടോ? നമുക്കേതായാലും അറിയില്ല. എന്നാൽ ചേർത്ത് വായിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് അഡ്വക്കേറ്റ് ജനറൽ നിയമനത്തിനെതിരെ ഉയർന്ന ആരോപണമാണ്. ജാജു ബാബുവിൻ്റെ നിയമനം. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന നിലയിൽ സംഘപരിവാർ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നടത്തിയ നീക്കം വലിയ വിവാദമായിരുന്നു. അന്ന് സർക്കാരും രാജ്ഭവനും ഏറ്റുമുട്ടലുകളുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഗവർണറുമായി ഒത്തുകളിക്കുകയാണ് എന്ന് ആരോപണം ഉയർത്തപ്പെട്ടു. BJPക്ക് സർവകലാശാലകൾ തുറന്നിടുന്നതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്ന ആരോപണം. എന്നാൽ അന്നത് മാധ്യമങ്ങളടക്കം അവഗണിച്ചുവെങ്കിലും AG നിയമനത്തോടെ വീണ്ടും ചർച്ചയായി. ഗവർണർക്ക് വേണ്ടി അന്ന് സർക്കാരിനെതിരെ നിരന്തരം ഹാജരായ ജാജു ബാബുവിനെ VD സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ AG അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. അതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങി. പഴയ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ നിയമനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ അർലേക്കറുടെ നേതൃത്വത്തിൽ RSSകാരനെ VC ആക്കി എന്നതുവരെയുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. BJPക്കാർ മാലയിട്ടും ആഹ്ലാദം മുഴക്കിയും യൂണിവേഴ്സിറ്റികൾ കീഴടക്കുന്നു. മുഖ്യമന്ത്രിയും UDFും ഒരു അക്ഷരം മിണ്ടാതെ, ഒരു എതിർപ്പുമില്ലാതെ ഇരിക്കുന്നു. ഏറ്റുമുട്ടലിനില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഈ ഘട്ടത്തിലാണ് ജാജു ബാബുവിനെ AG ആക്കിയത്. പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനെ ദേവസ്വം പ്ലീഡറാക്കിയത്. എല്ലാം ഏത് വഴിയിൽ നിന്ന് വരുന്ന ഒത്തുകളിയാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം. BJP ഡീൽ എന്ന് പറഞ്ഞ് LDFിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി സർക്കാർ രൂപീകരിച്ചപ്പോൾ VD സതീശിൻ്റെയും UDFിൻ്റെയും ഡീലുകൾ വെളിപ്പെടുത്തുന്നത് എന്താണ്? പ്രദീപ് കുമാറിന്റെ നിയമനം മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയെന്ന PR വാർത്തകൾ കേൾക്കുമ്പോൾ ആദ്യം ശരിയെന്ന് നമുക്കും തോന്നും. എന്നാൽ നിയമവകുപ്പിലെ നിയമനം നടത്തേണ്ട ആളാരാണ്? നിയമമന്ത്രി. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല, മൂപ്പർ അറിഞ്ഞിട്ടില്ല. ദേവസ്വം മന്ത്രി നേരത്തെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ നിയമിക്കേണ്ട നിയമമന്ത്രി ആരാണ്? അതും നേരത്തെ പറഞ്ഞ പോലെ VD സതീശൻ. മുഖ്യമന്ത്രി നിയമമന്ത്രിയുടെ നീക്കത്തിൽ അതൃപ്തനായി രാജി ചോദിച്ചു വാങ്ങി എന്നൊരു വാർത്തയായിരുന്നു കൂടുതൽ നല്ലത്. കാരണം മുഖ്യമന്ത്രി VD സതീശൻ നിയമമന്ത്രിയായ VD സതീശനോട് ചോദിച്ചു എന്നാകുമ്പോൾ കേൾക്കാനും കാണാനൊരു രസമുണ്ടാവും. നാടകമേ ഉലകം. നന്ദി, നമസ്കാരം.